അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിടും. റേഷൻ വ്യാപാരികളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെയാണ് സമരമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കടയടപ്പ് സമരത്തിന്റെ ഭാഗമായാണ് താലൂക്കിലെ 147 റേഷൻ കടകൾ അടച്ചിടുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അടച്ചിടലിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2018 നടപ്പിലാക്കിയ വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക, ഉപഭോക്താക്കൾക്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്ന DBD സംവിധാനം കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ MH അബ്ദുൽ നസീർ, K ജനാർദ്ദനൻ, കൺവീനർമാരായ PA സേതുരാജ്, K ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. അതിന്റെ മാനദണ്ഡങ്ങൾ, അതിന്റെ അജണ്ടകൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ 2018 ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ലൈസൻസുകൾക്കുള്ള വേതനം പ്രഖ്യാപിച്ചുള്ളത്. അവിടെ നിങ്ങളുടെ 7 വർഷമായിട്ടും ഇതിനൊരു പരിഷ്കരണം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ അത് വേതന പരിഷ്കരണമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ എതിരെ നിൽക്കുന്നൊരു പ്രശ്നമുള്ളത്. പിന്നെ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഈ റേഷൻ സംവിധാനം അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ്. DBT സംവിധാനം നടപ്പിൽ വരുത്തി കഴിഞ്ഞാൽ റേഷൻ അരിക്ക് പകരം അതിന് പേയ്മെൻറ്റ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകുന്നതാണ് അവരുടെ പ്രഖ്യാപനം. അത് ഈ സംവിധാനത്തെ കേരളം പോലുള്ള സംസ്ഥാനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം.